മുൻ ധനമന്ത്രി കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിലെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് അന്വേഷണ സംഘം തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. അതേസമയം ബിജു രമേശിനെതിരെ നൽകിയ മാനനഷ്ട കേസിലെ തുക കുറയ്ക്കണമെന്ന് കാട്ടി കെ എം മാണി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കെ എം മാണിക്കെതിരായ രണ്ടാം തുടരന്വേഷണത്തിന്റെ പുരോഗതി ഇന്നറിയിക്കാനായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് വിജിലൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ചു. 7 സാക്ഷികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതായും 23 രേഖകൾ പരിശോധിച്ചതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. അടുത്ത മാസം 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം ബാർകോഴ ആരോപണം ഉന്നയിച്ച് ബിജു രമേശിനെതിരെ നൽകിയ മാനനഷ്ട കേസിന്റെ തുക കുറയ്ക്കണമെന്ന് കാട്ടി കെ മാണി തിരുവനന്തപുരത്തെ സബ് കോടതിയിൽ അപേക്ഷ നൽകി. തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ 10 കോടി രൂപയ്ക്കായിരുന്നു കെ മാണി മാനനഷ്ട കേസ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 20 ലക്ഷമാക്കി കുറയ്ക്കണമെന്നാണ് കെ മാണി കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.